ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ എഗ്ഗ് കുറുമയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി പാനൊന്ന് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായ ശേഷം ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ടേക്ക് പെരുംജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം ഇതിലോട്ടേക്ക് സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള ഒരു കുറച്ച് വലുതായിട്ട് തന്നെ കട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂണും 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കാഷ്യൂ ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാനൊരു 15 എണ്ണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 15-20 എണ്ണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരവിയത് ഞാനിവിടെ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ അങ്ങ് വഴന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മിക്സി ജാറിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ സെയിം പാൻ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ബട്ടർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ അരച്ചിരുന്ന അരപ്പ് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ മിക്സി ജാറിൽ അരച്ച അരപ്പിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ചുമ്മാ ഇട്ട് കൊടുക്കുന്നതാണ്. ലാസ്റ്റ് കറിയായിട്ട് കൂട്ടുന്ന സമയത്ത് അത് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ടേക്ക് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ എത്രത്തോളം തിക്ക് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിയുടെ എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ പുഴുങ്ങിയ മുട്ട നല്ലതുപോലെ ഒന്ന് കരയിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തിളച്ച സമയത്ത്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. മൊത്തത്തിലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കുറുമയുടെ റെസിപ്പിയാണിത്. എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.